ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം 2 ദിവസങ്ങളായി അത്ര കണ്ട് വെറുപ്പിച്ച 2 പേരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഭാര്യയുടെ മകളെ പോലെ കാണേണ്ട അനിയത്തിയെ തട്ടിയെടുത്ത് കൊണ്ടുപോയി, ഒരു ഓട്ടോറിക്ഷയിലിരുന്ന് വീരവാദങ്ങളൊക്കെ മുഴക്കി ഈ 2 മണ്ടന്മാരെ കുറിച്ച് കുറച്ച് ദിവസങ്ങളായി ചർച്ചയാവുന്നുണ്ട്. ഞങ്ങളെ ആരും തിരയരുത്, ഞങ്ങൾക്ക് ജീവിക്കണം, പിരിയാൻ പറ്റില്ല, കോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇവർ ലൈവിൽ വന്നു. പിന്നീട് അവർ വന്ന് പറഞ്ഞു ഞങ്ങൾ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ, തിങ്കളാഴ്ചയാണ് ആ ദിവസം, ശമ്പളം കിട്ടണം, എന്നാൽ മാത്രമേ പുണ്യമുഹൂർത്തമാകുകയുള്ളൂ. പക്ഷെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി തൊലയി, എന്തിനാണ് ഞങ്ങളോട് ഇതൊക്കെ വന്ന് പറയുന്നത്, നിങ്ങളെയൊന്നും മുഖം കാണേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, നിങ്ങളുടെയൊക്കെ വൃത്തികേട് കാണാനും കേൾക്കാനും അല്ല ഞങ്ങളുള്ളത്, നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് ജീവിക്കാനാവില്ല, കാരണം അയാൾ നിന്നെ ഉപേക്ഷിക്കും, അയാളുടെ മുഖം കണ്ടാൽ അറിയാം. 40-45 വയസ്സുള്ള ആ ഒരു സുമുഖനായ ഒരു സിനിമാ ഡയലോഗൊക്കെ പറയുന്ന ഒരാളുണ്ട്. അയാളോട് പറയുന്നുണ്ട് നിന്റെ ഭാര്യയുടെ കണ്ണീര് കൊണ്ട് നീ എത്ര ശ്രമിച്ചാലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, നിന്റെ മക്കളുടെയും ഭാര്യയുടെയും കണ്ണീരെന്നും നിന്റെ കൂടെ ഉണ്ടാവും. ഇതിലും പറയാൻ അറയ്ക്കുന്ന പല വാക്കുകളുമായിട്ടാണ് കമൻറ്റ് ബോക്സിൽ നിറയുന്നത്. എനിക്ക് ഈ പെൺകുട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അവളുടെ ചേച്ചിയെക്കുറിച്ചാണ്. എനിക്ക് ഇവളെ ഓർത്തല്ല, ഇവളുടെ ചേച്ചിയെ ഓർത്താണ് സങ്കടം. സ്വന്തം അനിയത്തിയാണ് ഇങ്ങനെയൊരു ചതി ചെയ്തത്. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു, ഒളിച്ചോടുന്നു എന്നൊക്കെ അറിയുമ്പോൾ എത്ര വേദനയുണ്ടാകും. അതും സ്വന്തം അനിയത്തിയോടൊപ്പമാകുമ്പോൾ എത്രത്തോളം ഉണ്ടാകും. ഇരട്ട സങ്കടമാവും ആ പാവത്തിന്. ആ സ്ത്രീക്ക് നഷ്ടമായത് സ്വന്തം ഭർത്താവിനെയും അതുപോലെ തന്നെ അനിയത്തിയെയുമാണ്. അവരുടെ ജീവിതം ഇല്ലാതാക്കിയത് സ്വന്തം ഭർത്താവും അനിയത്തിയുമാണ്. എന്തൊരു അപമാനമാണ് ആ കുടുംബം അനുഭവിക്കുന്നത്. അച്ഛനും അമ്മയും പുറത്തിറങ്ങാനാവോ? ഒരു മോളുടെ ഭർത്താവ് മറ്റൊരു മോളെയും കൊണ്ട് ഒളിച്ചോടിയിരിക്കുന്നു. ഒരേ സമയം 2 മക്കളുടെയും ജീവിതമാണ് ഇല്ലാതായത്. ഒരേ ഗർഭപാത്രത്തിൽ കിടന്ന് ഒരേ പൊക്കിൾക്കുടിയിലൂടെ വന്നവർ. ഒളിച്ചോടിയ പെൺകുട്ടിക്ക് കുഞ്ഞുനാൾ മുതൽ ഈ ചേച്ചി അറിയാം. എത്ര എടുത്തുകൊണ്ട് നടന്നു കാണും, എത്ര വാരിക്കൊടുത്തു കാണും. ചേച്ചി ചേച്ചി എന്ന് എത്ര തവണ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചേച്ചിയോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത തന്നെയാണ് ഈ അനിയത്തിക്കുട്ടി ചെയ്തത്. പ്രണയം എന്ന് പറയുന്നത് ആർക്ക് ആരോടും തോന്നുന്നതാണോ? ഈ കാമഭ്രാന്തനായ കാമക്കടുവയുടെ കൈകളിലാണ് താൻ അകപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ പെൺകുട്ടിക്കില്ലല്ലോ. ഇയാളെ കണ്ടാൽ അറിയാം ഒരു വില്ലൻ ലുക്കാണെന്ന്. 2 ആളും തന്തയ്ക്ക് പിറക്കാത്ത പ്രവൃത്തി ചെയ്ത് എന്തിനാണ് വീഡിയോ ഇട്ടത് എന്ന് മനസ്സിലാവുന്നില്ല. ആരെ കാണിക്കാനാണ്? ചേച്ചിയെ കാണിക്കാനോ അതല്ലെങ്കിൽ സമൂഹത്തെ കാണിക്കാനോ? നിങ്ങളെ നാറ്റക്കേസ് എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയാണ് ആ ഡയലോഗൊക്കെ അടിച്ചത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ഏട്ടനില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, ഇതൊക്കെ പറഞ്ഞപ്പോൾ നാട്ടുകാർ മണ്ടന്മാരാണല്ലോ. അവർ നിങ്ങൾ 2 പേരെയും ജീവിക്കാൻ അങ്ങ് വിട്ടു. ഞാൻ ഇപ്പോൾ വീഡിയോ അല്ലേ, ആ വീഡിയോയിൽ സംഭവം വേറൊന്നുമില്ല. ഇവൻ ഇവളിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, അവൻ പോയി അവളെ കളഞ്ഞിട്ട് പോയി. അവളെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ പോയി. അവൻ മറ്റേ ഇല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇനി പോയിട്ട് 2-3 നേരം കൊണ്ടുപോകണം. അവൻ അടുത്ത് 2-3 നേരം കൊണ്ടുപോകും. പക്ഷെ അവളുടെ അടുത്തുള്ള സംഭവങ്ങൾ മറ്റേ നേരത്തെ മോള് പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ കളിക്കുന്ന കളി, ആ കളി അതെല്ലാം കഴിഞ്ഞ സമയത്ത് അളിയന് ആ സംഭവത്തിൻ്റെ ഇതൊക്കെ മാറി, നാക്കിൻ്റെ കടിയൊക്കെ അങ്ങ് മാറി. പിന്നെ സർവീസിങ് എൻജിൻ പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരന് മതിയായി. മനസ്സിലാവുന്നുണ്ടോ? എത്രയൊക്കെ തന്നെ പറഞ്ഞാൽ കൈയും കാലും തൊട്ട് ഉരച്ച് കഴിഞ്ഞാൽ സ്മെല്ല് വരും. കാശൊക്കെ തീർന്നു, മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൻ്റെ മൊബൈലും വിറ്റു. ആ മൊബൈൽ കാശ് ആ ലൈവൊക്കെ എടുത്തുകൊണ്ടിരുന്നില്ല, ആ മൊബൈലും വിറ്റു. എന്നിട്ട് ഗുരുവായൂരിൽ ലോഡ്ജിൽ റൂം എടുത്തു. ഒരാളെ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും. ഗുരുവായൂരിൽ ലോഡ്ജിൽ റൂം എടുത്ത് അത് ആരോ കണ്ടതിന് ശേഷം പോലീസിൽ അറിയിക്കുന്നു. അതിനുശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ശരിക്കും അവൻ നാട്ടിൽ പോയി വരുന്നതിന് മുമ്പ് അവൻ നാട് വിട്ടു. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മയച്ഛനും അവനെ കേട്ടിട്ടില്ല. വീട്ടിൽ അപ്പൻ്റെ ജീവിതമാണ് ഇപ്പോൾ ഇവിടെ താറുമാറായത്. മറ്റേ അവൻ കളഞ്ഞിട്ട് പോയി. കുറേ നാൾ കഴിയുമ്പോഴേക്കും ഭാര്യ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ലൈഫിലേക്ക് തിരിച്ചു വരാം. മക്കളൊക്കെ ഉള്ളതല്ലേ, ഈ വേട്ടാവാളിയെ ചിലപ്പോൾ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവന്നേക്കാം. പക്ഷെ ആ കുട്ടിയുടെ ലൈഫ് പോയി കിട്ടിയില്ലേ. ഒന്നും കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. വീട്ടുകാർ ഇറക്കി വിട്ടോ കുട്ടിയെ? വീട്ടുകാർ ഇറക്കി വിട്ട് ഇങ്ങനെ ഒരു മകളില്ല എന്ന് പറയുന്നത്. ഇതുപോലെ ചാടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ വീട്ടുകാരെന്ന് പറയുന്ന ഒരു വെറും ഊളന്മാരാക്കി മാറ്റരുത് നിങ്ങൾ.
പിന്നെ ഇപ്പോൾ അവളെന്തോ മുസ്ലിംസ് ആകാൻ പോകാന്ന് പറഞ്ഞു. ബെസ്റ്റ് വീട്ടുകാർ കയറ്റാത്തത് കൊണ്ടും കൊണ്ടുപോയവൻ ജീവിതം കൊടുക്കാന്ന് പറഞ്ഞ് 10-22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് എല്ലാവിധ ഇതൊക്കെ കൊടുത്ത് കൊണ്ടുപോയി അവൻ്റെ മറ്റേ പൂഴിക്കടകനെല്ലാം കാണിച്ചതിന് ശേഷം അവൻ്റെ മറ്റേ കഴപ്പ് തീർന്നിട്ട് അവളെ കളഞ്ഞിട്ട് അവൻ പോയി. ഇപ്പോൾ വീട്ടുകാർ ഉപേക്ഷിച്ച ആ പെൺകുട്ടിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ മതം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മതം മാറിക്കഴിഞ്ഞ് ഈ പ്രശ്നങ്ങൾ മാറുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ നാട് ഇങ്ങനെ എങ്ങോട്ടാണ് പോണേ? നടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫാമിലി ചേട്ടൻ, പുള്ളിക്കാരനൊക്കെ നമ്മൾ അറിയാവുന്ന. അപ്പോൾ അവരാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ. അപ്പം ആ ഒരു വോയിസും കൂടെ ഒന്ന് കേൾക്കാം. മുസ്ലിമാവാൻ നടക്കുക. ഇവർ രണ്ടാൾ തിരിച്ചു വന്നു, കയ്യിൽ പൈസയൊക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ്. അപ്പോൾ ഇവർ ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരവിടെ നിൽക്കണോണ്ടപ്പോൾ ഒരു കസിൻ വിളിച്ച് പറഞ്ഞതാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു, അവളെ അച്ഛനമ്മയും എല്ലാവരും പറഞ്ഞു അവളെ ഇനി വേണ്ട, ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞു. അവരിട്ടിട്ട് പോയി, ആ ചെക്ക ഇട്ടിട്ട് പോയി, ചേച്ചിയുടെ ഭർത്താവ് ഇട്ടിട്ട് പോയി. ഇനി വേണ്ട, ഇനിയിപ്പോൾ എന്നിട്ട് അനാഥാലയത്തേക്ക് ആക്കി. ഇപ്പോൾ അവള് പറയും ഞാൻ മുസ്ലിം ആവാൻ പോകുന്നത്. ഈ പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. സമൂഹത്തിൽ ഇനി ഈ പെൺകുട്ടി ഇറങ്ങി ജീവിക്കാൻ പറ്റും? എന്നും എല്ലാവരും ഈ ഒരു കണ്ണോട് കൂടിയല്ല ഈ പെൺകുട്ടിയെ സമീപിക്കുക. വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയാണ്. 19 വയസ്സിൽ തോന്നിയ ഒരു പ്രണയം. ആ ഒരു പ്രണയം ആരോട് വേണമെങ്കിലും തോന്നാം. 19, 20, 21, 22 വയസ്സ് എന്നൊന്നും പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളൊന്നല്ല. ചിന്തിക്കാൻ അത്യാവശ്യം കഴിവൊക്കെ കാണും. തൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്, അയാളെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുക. അവർക്കും അവരുടെ കുട്ടികൾക്കും അവരുടെ അച്ഛനെ നഷ്ടമാവും, ഭർത്താവിനെ നഷ്ടമാവും. അത് തൻ്റെയും കൂടി നഷ്ടമാണ് എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ചേച്ചി വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, ചേച്ചിയുടെ സങ്കടമൊന്നും ഒരു പ്രശ്നമേ അല്ല, എൻ്റെ സങ്കടമാണ്, എൻ്റെ പ്രശ്നങ്ങളാണ് വലുത് എന്ന് കരുതുന്ന ഈ പെൺകുട്ടി ഇന്ന് ഒന്നുമല്ലാതായി മാറിയിരിക്കുകയാണ്. വെറും 2 ദിവസം കൊണ്ട് തന്നെ ഇവളുടെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതവും നഷ്ടപ്പെട്ടു. കൊണ്ടുപോയ കാമക്കടവ് ഓടി രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അയാൾക്ക് ഇനിയും ഇരകളെ കിട്ടും. കാരണം നന്നായി ജീവിക്കുന്ന ഒരാൾക്ക് പെണ്ണ് കിട്ടാനാണ് ഇപ്പോൾ പണി. അല്ലാതെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ കഞ്ചാവും മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് പെണ്ണ് കിട്ടും. നമ്മുടെ കാലത്തിൻ്റെ ഒക്കെ ഒരു പോക്കേ. ഇതൊക്കെ മറ്റു പെൺകുട്ടികൾക്കും ഒരു പാടാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല ജീവിതം. ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളൂ. ചുറ്റുപാടുകളെ എല്ലാവരെയും വെറുപ്പിച്ച് ഒളിച്ചോടി എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാമെന്നായിരിക്കും രണ്ടുപേരും കരുതിയത്. നാട്ടുകാരെയും വീട്ടുകാരെയും പ്രാക്കും ശാപവും ഒക്കെ വാരിക്കൂട്ടിയിട്ടാണ് പോക്ക്. ഇതൊക്കെ മുകളിലിരിക്കുന്ന മറ്റൊരാൾ കാണുന്നുണ്ട്. നിങ്ങൾ ഒളിച്ചോടുമ്പോൾ എല്ലാവരും കരുതിയത് നിങ്ങളെ ജീവിതം തകരുമെന്നാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് കരുതിയില്ല. കുറച്ചു കാലമൊക്കെ ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം അവന് നിന്നെ മടുക്കുകയോ അതല്ലെങ്കിൽ നിനക്ക് അയാളെ മടുക്കുകയോ, കുറെ ജീവിക്കുമ്പോൾ ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ കുടുംബത്തിനെ കുറിച്ച് ഓർത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം ദുരിതമായി മാറി രണ്ടുപേരും പിരിയുമെന്നായിരിക്കും എല്ലാവരും കരുതിയത്. പക്ഷേ ദൈവം അത് നേരത്തെയാക്കി. അതുകൊണ്ട് നിങ്ങൾ ഒരുമിക്കൽ പോലെ തന്നെ പിരിയലും എല്ലാവരും അറിഞ്ഞു. എല്ലാവരും അതൊരു ചർച്ചയാക്കി. മറ്റുള്ളവർക്ക് നിങ്ങളൊരു പാഠവുമായി മാറട്ടെ.